എല്ലാവർക്കും ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ അടിപൊളി ബാംഗിൾസ് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാംഗിൾ ബേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബാംഗിൾ ബേസിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ. ഫാബ്രിക് ഗ്ലൂ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സിൽക്ക് ത്രെഡിൻ്റെ പീസ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സിൽക്ക് ത്രെഡ് ഒരു 25 to 30 സ്ട്രാൻഡ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ആ ഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചുറ്റാൻ പാടായിരിക്കും. എന്നിട്ട് ഇതുപോലെ നല്ലോണം അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇത് ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റിയെടുത്താലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ചുറ്റി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് ചുറ്റിക്കഴിഞ്ഞ ശേഷമുള്ള ലുക്ക്. നമുക്കിതിലേക്ക് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. സ്റ്റോൺസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മാർക്കിങ്ങിൽ കൂടെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിൽക്ക് ത്രെഡ് ഒക്കെ ചെയ്യുമ്പോൾ ഫാബ്രിക് ഗ്ലൂ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ആദ്യം ഒരു പർപ്പിൾ കളർ സ്റ്റോൺ എടുത്ത് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും സെറാമിക് കുന്തൻ സ്റ്റോൺ വൈറ്റ് കളറിലുള്ളത് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലവർ ഷേപ്പിൽ. ആ സെറാമിക് കുന്തൻ സ്റ്റോൺ 2 mm നടുക്ക് ഒട്ടിച്ചിരിക്കുന്ന പർപ്പിൾ സ്റ്റോൺ 3 mm ആണ്. ഈ ഒരു സിൽക്ക് ത്രെഡ് ബാംഗിൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു കസ്റ്റമറിന് വേണ്ടിയാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു ക്ലിപ്പ്, വാച്ച്, കമ്മലാണ് കേട്ടോ. അത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ഡ്രസ്സും കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറിന്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയും കൂടി ചെയ്തെടുക്കാം. ഇതിന് മുമ്പ് ഞാനൊരു ലോട്ടസ് ബാംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഈ ഒരു വളയുടെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിമ്പിൾ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കസ്റ്റമർക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ലേ, ആ കസ്റ്റമർ വേറെ ആരുമില്ല, എൻ്റെ ചേച്ചിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വള ഇട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു കമ്മൽ. ഈ ഒരു കമ്മൽ ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡ്രസ്സും ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ഒരു പ്രിൻസസ് കട്ട് ടോപ്പും ഡബിൾ ഫ്ലെയർഡ് അംബ്രല്ല സ്കേർട്ടും ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്ലിപ്പും ഒരു വാച്ചും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുൾ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഈ ക്യാമറയിൽ കൂടി കാണുമ്പോൾ എല്ലാം പല പല കളറായിട്ട് തോന്നും കേട്ടോ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, ഇതെല്ലാം ഒരേ കളർ തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ഓർഡർ പ്ലേസ് ചെയ്യുവാനായി ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.